ഹലോ എവ്രിബഡി, വെൽക്കം ടു മൈ ലിറ്ററേച്ചർ സാഗ. ഇന്ന് നമ്മൾ വില്യം ഷേക്സ്പിയറിൻ്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന പ്ലേയിലെ രണ്ടാമത്തെ ആക്ടിലെ രണ്ടാമത്തെ സീനാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആക്ട് 2 സീൻ 2 വിച്ച് ഇസ് പോപ്പുലർലി നോൺ ആസ് ദ ബാൽക്കണി സീൻ. സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് വില്യം ഷേക്സ്പിയറിനെ പറ്റി ഒന്ന് നോക്കാം. He can be regarded as the greatest of all English literary figures. He was a playwright, he was a poet, he was an actor, and he can be regarded as the jack of all trades. അദ്ദേഹം നിരവധി പ്രൊഫഷൻസ് ചെയ്തിട്ടുണ്ട്. പ്രൊഫഷൻ തുടങ്ങിയത് തന്നെ ഒരു ആക്ടറായിട്ടാണ്, പിന്നീടാണ് പ്ലേസ് എഴുതിയിരുന്നത് എന്നാണ് പറയുന്നത്. ആക്ച്വലി വി ഡോണ്ട് നോ എക്സാക്ട്ലി വെൻ ഷേക്സ്പിയർ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് പ്ലേസ്. പക്ഷേ എങ്കിലും ഒരു ആക്ടറായിട്ട് കരിയർ തുടങ്ങിയതിന് ശേഷമാണ് പ്ലേസ് എഴുതുന്നത് എന്നാണ് പറയുന്നത്. However, he is called the national poet of England, അല്ലെങ്കിൽ the bard of Avon എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അദ്ദേഹം ജനിച്ച സ്ഥലം സ്ട്രാറ്റ്ഫോർഡിലെ അവണിലാണ്. അതുകൊണ്ടാണ് ബാർഡ് ഓഫ് അവൺ എന്ന് വിളിക്കുന്നത്. ബാർഡ് എന്ന് പറഞ്ഞാൽ പോവറ്റ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ആന ഹാത്തവേ ആണ് അദ്ദേഹത്തിന്റെ ഭാര്യ. അദ്ദേഹത്തിന്റെ പ്ലേസ് മെയിൻലി നമുക്ക് ഹിസ്റ്ററി പ്ലേസ്, ട്രാജഡീസ്, കോമഡീസ്, ട്രാജി കോമഡീസ് അങ്ങനെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ട്രാജഡീസ് എന്ന് പറഞ്ഞാൽ ട്രാജിക് എൻഡ് ആയിരിക്കും അതിൽ. കോമഡി എന്ന് പറഞ്ഞാൽ എൻഡിങ് ഹാപ്പി ആയിരിക്കും, പ്ലസന്റ് ആയിരിക്കും. ട്രാജി കോമഡി എന്ന് പറഞ്ഞാൽ ട്രാജഡിയുടെയും കോമഡിയുടെയും എലിമെന്റ്സ് അതിലുണ്ടാവും. ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫിഗേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും ഹിസ്റ്റോറിക്കൽ പ്ലേസ്. ഫോർ എക്സാമ്പിൾ റിച്ചാർഡ് III, ഹെൻറി IV, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. അദ്ദേഹത്തിന്റെ കോമഡീസ് പ്ലസന്റ് എൻഡിങ് ഉള്ള പ്ലേസ് ആണ് മിഡ്സമർ നൈറ്റ്സ് ഡ്രീം, മെർച്ചന്റ് ഓഫ് വെനിസ്, 12th നൈറ്റ്, ഇതുപോലുള്ള വർക്ക്സ്. ട്രാജഡീസ് വരുന്നത് ഹാംലെറ്റ്, ഒഥെല്ലോ, മാക്ബെത്ത് ആൻഡ് നമുക്ക് പഠിക്കാനുള്ള റോമിയോ ആൻഡ് ജൂലിയറ്റ്, അതൊരു ട്രാജിക് റൊമാൻസ് ആണ്. ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പ്ലേസ്. ഇതിനൊക്കെ പുറമെ ഷേക്സ്പിയർ 2 ലോങ് നറേറ്റീവ് പോംസ് എഴുതിയിട്ടുണ്ട്. വീനസ് ആൻഡ് അഡോനൈസ് ആൻഡ് റേപ്പ് ഓഫ് ലുക്രീക്ക്. ആൻഡ് ഹി ഹാസ് ഓൾസോ റിട്ടൺ 154 സോണറ്റ്സ്. സോണറ്റ്സും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 23rd April 1616 അദ്ദേഹം മരിക്കുന്നത്. ആൻഡ് ദിസ് പ്ലേ റോമിയോ ആൻഡ് ജൂലിയറ്റ്, ഇറ്റ് ക്യാൻ ബി റിഗാർഡഡ് ആസ് എ ട്രാജഡി ഓഫ് 2 young lovers whose death ultimately reconcile their feuding families. ഇതൊരു ട്രാജിക് റൊമാൻസ് ആണ്. റോമിയോ എന്നും ജൂലിയറ്റ് എന്നും പേരുള്ള 2 ലവേഴ്സ്, അവരുടെ ഫാമിലീസ് തമ്മിൽ ഭയങ്കര റൈവൽറി ആണ്. ആ റൈവൽറി ഒക്കെ മാറി അവർ ഒരുമിക്കാൻ അവസാനം ഈ 2 ലവേഴ്സ് മരിക്കേണ്ടതായിട്ട് വരുന്നു. സോ ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ട്രാജിക് റൊമാൻസ് ആയിട്ട് നമുക്ക് റിഗാർഡ് ചെയ്യാം. ആൻഡ് ഇതിന്റെ കഥ എന്ന് പറഞ്ഞാൽ ഷേക്സ്പിയർ ഇൻവെന്റ് ചെയ്ത കഥയൊന്നുമല്ല. ഇറ്റ് ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ an Italian tale that was translated by Arthur Brooke. Arthur Brooke ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ഇറ്റാലിയൻ ടെയിൽ ഉണ്ട്, ഒരു സ്റ്റോറി ഉണ്ട്. അതിന്റെ പേരാണ് ദ ട്രാജിക്കൽ ഹിസ്റ്ററി ഓഫ് റോമിയസ് ആൻഡ് ജൂലിയറ്റ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്ലേ ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളത്. ഷേക്സ്പിയർ ആക്ച്വലി ആ പ്ലോട്ട് ബോറോ ചെയ്യായിരുന്നു. അങ്ങനെ ഷേക്സ്പിയറിന്റെ ഒരുപാട് വർക്ക്സ് ഇതുപോലെ പല പ്ലേസിൽ നിന്ന് ബോറോ ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഷേക്സ്പിയറിന്റെ കണ്ടംപററീസ് ആയിരുന്ന യൂണിവേഴ്സിറ്റി വിറ്റ്സ് ഹെഡഡ് ബൈ ക്രിസ്റ്റഫർ മാർലോ, അതിൽ തന്നെ ഒരു ഗ്രൂപ്പ് മെമ്പറായ റോബർട്ട് ഗ്രീൻ എന്ന് പറയുന്ന ഒരു പ്ലേ റൈറ്റ് ഷേക്സ്പിയറിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ആൻ അബ്സ്ട്രാക്ട് ക്രോ ബ്യൂട്ടിഫൈഡ് വിത്ത് അവർ ഫെദേഴ്സ് എന്നാണ്. അതായത് ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ വർക്ക്സിനുള്ള പ്ലോട്ട് പലയിടത്തുനിന്നും ബോറോ ചെയ്തിട്ടുള്ളതാണ്. പലരുടെയും സ്റ്റോറീസ് അതിന്റെ തീംസ് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്ന് ധ്വനി വരുന്ന ഒരു കമന്റ് ആയിരുന്നു അത്. എനിവേ, ഷേക്സ്പിയറിന്റെ പ്ലേസ് എല്ലാം ഇപ്പോഴും എവർഗ്രീൻ ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. ആൻഡ് ഹി ക്യാൻ ബി റൈറ്റ്ലി കോൾഡ് ആസ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ഡ്രാമറ്റിസ്റ്റ്. റോമിയോ ആൻഡ് ജൂലിയറ്റ് ഷേക്സ്പിയറിന്റെ ആദ്യത്തെ റൊമാൻറ്റിക് ട്രാജഡിയാണ്. ആൻഡ് ദ പ്ലേ വാസ് പ്രോബബ്ലി റിട്ടൺ അബൌട്ട് 1595 ആൻഡ് ഇറ്റ് വാസ് പ്രിന്റഡ് ഇൻ ദ ഫസ്റ്റ് ഫോളിയോ ഓഫ് 1623. ഷേക്സ്പിയറിന്റെ പ്ലേസ് എല്ലാം ഡിഫറെന്റ് കമ്പൈലേഷൻസിലാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. 1623 ഫോളിയോ, അതിലാണ് ആദ്യമായിട്ട് ഈ പ്ലേ പബ്ലിഷ്ഡ് ആവുന്നത്. ഒരു ട്രഡീഷണൽ ട്രാജിക് റൊമാൻസ് ആണ് ഈ പ്ലേ. നമുക്കിതിലെ ആക്ട് 2 സീൻ 2 ആണ് പഠിക്കാനുള്ളത്. എങ്കിലും ഇതിന്റെ ഒരു സ്റ്റോറി അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആക്ട് 2 സീൻ 2 മനസ്സിലാവുകയുള്ളൂ. ഇപ്പൊ സ്റ്റോറി ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഷേക്സ്പിയർസ് റോമിയോ ആൻഡ് ജൂലിയറ്റ് ഇസ് അബൌട്ട് ദി ഏജ് ഓൾഡ് ബ്ലഡ് ഫ്യൂഡ് ബിറ്റ്വീൻ 2 powerful families of Verona, and they are the Montagues and the Capulet. ഇറ്റലിയിലെ വെറോണ എന്നുള്ള പ്ലേസിൽ 2 പവർഫുൾ ഫാമിലീസ് ആയ മൊണ്ടഗ്യൂസും കാപ്പുലറ്റ്സും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ്, റൈവൽറി ആണ്. അത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ബ്ലഡ് ഫ്യൂഡാണ്, ഒരു വഴക്കാണ്. പക്ഷേ ഈ 2 ഫാമിലീസിലെയും റോമിയോയും ജൂലിയറ്റും ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയും അവസാനം
ഇവരുടെ മരണത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ മരണത്തിന് ശേഷം ഈ രണ്ട് ഫാമിലീസ് യുണൈറ്റഡ് ആവുന്നു. റോമിയോ ഓഫ് ദ മെന്റഗ്യൂ falls instantly in love with Juliet of the Capulet. മെന്റഗ്യൂ ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്നതാണ് റോമിയോ, ജൂലിയറ്റ് കാപ്പുലറ്റിലെ. അങ്ങനെ ഒരു ദിവസം കാപ്പുലറ്റ് ഫാമിലി ഒരു ഗാർഡൻ പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഓൺ ദി ഈവ് ഓഫ് ദറ്റ് പാർട്ടി എ ഗ്രൂപ്പ് ഓഫ് മാസ്ക്ഡ് മെന്റഗ്യൂസ് ഇൻക്ലൂഡിംഗ് റോമിയോ ഗേറ്റ് ക്രാഷസ് ദ പാർട്ടി. ഒരു ദിവസം മെന്റഗ്യൂസ് ഒരു ഗാർഡൻ പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്നു. അതിലേക്ക് മെന്റഗ്യൂ ഫാമിലിയിലെ കുറെ യങ് മെമ്പേഴ്സ് അവർ മാസ്കുകൾ ധരിച്ച്, അതായത് മുഖം മൂടി ധരിച്ച് അവർ ആ പാർട്ടിയിൽ കടന്നുകൂടുന്നു. പാർട്ടി സ്പോയിൽ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ അതിൽ കയറുന്നത്. പക്ഷേ റോമിയോ അവിടെ വെച്ച് ജൂലിയറ്റിനെ കാണുമ്പോൾ തന്നെ ജൂലിയറ്റിനോട് പ്രണയം തോന്നുകയും ചെയ്യും. സോ റോമിയോ നോട്ടീസസ് ദ ബ്യൂട്ടിഫുൾ ജൂലിയറ്റ് ആൻഡ് ഫാൾസ് ഇൻ ലവ്. പക്ഷേ ജൂലിയറ്റിന്റെ മാരേജ് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ജൂലിയറ്റിന്റെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ദ കൗണ്ട് ഓഫ് പാരിസ്. അപ്പൊ കൗണ്ട് ഓഫ് പാരിസുമായിട്ടാണ് ജൂലിയറ്റിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ പാർട്ടിയുടെ ഫീസ്റ്റ് ഒക്കെ കഴിഞ്ഞു. റോമിയോ ജൂലിയറ്റിനെ ബാൽക്കണിയിൽ വെച്ച് കാണുകയാണ്. And after the feast, Romeo overhears under her window Juliet's confession of her love for Romeo, and Romeo too confesses his love back. അങ്ങനെ പാർട്ടിയുടെ ഫീസ്റ്റ് കഴിയുമ്പോൾ രണ്ടുപേരും അന്യോന്യം പ്രണയം തുറന്നു പറയുന്നു. അപ്പോൾ ഇവർക്കറിയാം ഇവരുടെ രണ്ട് ഫാമിലീസും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എത്രത്തോളം ഗ്രേവ് ആണെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് അവർ തൊട്ടടുത്ത ദിവസം തന്നെ മാരീഡ് ആവാൻ തീരുമാനിക്കുന്നു. അതിന് ജൂലിയറ്റിന്റെ നേഴ്സാണ് സഹായിക്കുന്നത്. ജൂലിയറ്റിന്റെ നേഴ്സും പിന്നെ ഒരു ഫ്രയർ ലോറൻസ് അദ്ദേഹവും സഹായിക്കുന്നു. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജൂലിയറ്റ്സ് നേഴ്സ് ആൻഡ് ഫ്രയർ ലോറൻസ് ദ കപ്പിൾ ഗെറ്റ്സ് മാരീഡ്. പക്ഷെ പെട്ടെന്ന് തന്നെ റോമിയോ ഒരു സ്ട്രീറ്റ് ഫൈറ്റിൽ ഇൻഡൾജ്ഡ് ആവുന്നു. അതില് റോമിയോ ജൂലിയറ്റിന്റെ കസിനായ ടൈബൽറ്റിനെ കൊല്ലുന്നു. അതിന് പണിഷ്മെന്റ് ആയിട്ട് റോമിയോയെ നാടുകടത്തുന്നു. ആൻഡ് നൗ റോമിയോ എസ്കേപ്സ് ടു എ പ്ലേസ് നെയ്മഡ് മാന്റുവ. ഇൻ ദ മീൻ ടൈം ജൂലിയറ്റ്സ് ഫാദർ ആസ്ക്ഡ് her to marry Count Paris. അപ്പോൾ റോമിയോ മാന്റുവയിലേക്ക് പോയ സമയത്ത് ജൂലിയറ്റിന്റെ ഫാദർ ജൂലിയറ്റിനോട് കൗണ്ട് പാരിസിനെ മാരി ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു. ജൂലിയറ്റ് നേരെ ചെന്ന് ഫ്രയറിന്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഫ്രയർ പറയുന്നു, ഓക്കെ, ഞാനൊരു പ്ലാൻ ഡിവൈസ് ചെയ്യാം, ഇത് വർക്ക്ഔട്ട് ആയാൽ റോമിയോയെ തിരിച്ച് കൊണ്ടുവന്ന് നിന്നെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആവശ്യപ്പെടാം. അങ്ങനെ ഫ്രയർ ഒരു പദ്ധതി മെനയുന്നു. ദ ഫ്രയർ in order to bring Romeo back, advises Julius to fake her own death by drinking a potion which would render her apparently lifeless for 42 hours. അപ്പോൾ ഫ്രയർ പറയുന്നു ജൂലിയറ്റിനോട് ഒരു ലിക്വിഡ് കൊടുത്തിട്ട് അത് കഴിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 42 മണിക്കൂറുകളോളം ജൂലിയറ്റ് മയങ്ങി കിടന്നു പോകും. മരിച്ചു എന്ന് തോന്നുന്ന രീതിയിൽ മയങ്ങി കിടന്നു പോകും. അത് തന്നെയാണ് ഫ്രയറിന്റെ ഉദ്ദേശവും, ജൂലിയറ്റിന്റെ ഡെത്ത് ഫേക്ക് ചെയ്യുക. അപ്പോൾ ഈ ന്യൂസ് അറിഞ്ഞ് റോമിയോ ഇവിടെ വരും. റോമിയോ വരുമ്പോഴത്തേക്കും ജൂലിയറ്റിന് റോമിയോടൊപ്പം പോകാം. ഇതായിരുന്നു പ്ലാൻ. അങ്ങനെ ഫ്രയർ പറഞ്ഞതനുസരിച്ച് ജൂലിയറ്റ് അത് കുടിക്കുന്നു. അപ്പൊ ഫ്രയർ ജൂലിയറ്റിനോട് ഒരു കാര്യം കൂടെ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാര്യങ്ങളുടെ സത്യാവസ്ഥ റോമിയോയെ അറിയിച്ചു കൊള്ളാം, ഇത് വെറുതെ മയക്കം മാത്രമാണ്, ഫേക്ക് ചെയ്യുന്നത് മാത്രമാണ്, ജൂലിയറ്റ് മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം റോമിയോയെ അറിയിച്ചു കൊള്ളാമെന്ന് ഫ്രയർ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്രയറിന് ആ മെസ്സേജ് റോമിയോയുടെ അടുത്ത് എത്തിക്കാനായിട്ട് സാധിച്ചില്ല. But the friar's message fails to reach Romeo, and what Romeo hears is Juliet's death from other sources. ഫ്രയറിന്റെ മെസ്സേജ് റോമിയോയ്ക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല, റോമിയോ ജൂലിയറ്റിന്റെ മരണം മറ്റുള്ളവർ പറഞ്ഞറിയുന്നു. ഇതറിഞ്ഞ റോമിയോ ജൂലിയറ്റിന്റെ അടുത്തെത്തുന്നു. അവിടെ വെച്ച് തന്നെ സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യും. റോമിയോ മരിക്കുന്നു. ഇതൊന്നും അറിയാതെ ജൂലിയറ്റ് മയക്കമുണർന്ന് 42 മണിക്കൂറുകൾക്ക് ശേഷം മയക്കമുണർന്ന് നോക്കുമ്പോൾ കാണുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന റോമിയോയുടെ ഡെഡ് ബോഡിയാണ്. ഇത് കണ്ട് ജൂലിയറ്റിന് സഹിക്കാനായിട്ട് പറ്റിയില്ല. ജൂലിയറ്റ് സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുന്നു. സോ ഷി സ്റ്റാബ്സ് ഹെർസെൽഫ് ടു ഡെത്ത്. ആൻഡ് ഫൈനലി ദ ഫ്രയർ റിപ്പോർട്ട്സ് ദ ട്രൂ വേർഷൻ ഓഫ് ഇവന്റ്സ് ടു ബോത്ത് ദ ഫാമിലീസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ദേ ആർ യുണൈറ്റഡ് ഇൻ ഗ്രീഫ്. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞ ഫ്രയർ എന്താണ് ശരിക്കും നടന്നതെന്നും ഇത് ഫ്രയറിന്റെ പ്ലാൻ ആയിരുന്നു എന്നുള്ളതെല്ലാം ഈ രണ്ട് ഫാമിലീസിനെയും അറിയിക്കുന്നത്, മൊണ്ടാഗ്യൂസിനെയും അതുപോലെ ക്യാപ്പുലറ്റ്സിനെയും അറിയിക്കുന്നു. അങ്ങനെ അവർക്ക് തിരിച്ചറിവുണ്ടായി, അവർ ഒന്നിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് റോമിയോയുടെയും ജൂലിയറ്റിന്റെയും കഥ. നമുക്ക് പഠിക്കാനുള്ളത് ഇതിലെ ബാൽക്കണി സീനാണ്. ആക്ട് 2 സീൻ 2 മാത്രമാണ് നമുക്കിതിൽ പഠിക്കാനായിട്ടുള്ളത്. ഈ സീനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെസ്റ്റേൺ ലിറ്ററേച്ചറിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സീനാണ്. റൊമാൻസിന്റെ ഒരു ഹൈറ്റ് നമുക്കിതിൽ കാണാം. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയട്രിയാണ് ഓരോ ലൈനിലുമുള്ളത്. ഷേക്സ്പിയറിനെ ഇവിടെ ഒരു ഡ്രാമാറ്റിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പോയറ്റ് തന്നെയാണ്. ഈ ഒരു ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ഉടനീളം കാണാനായിട്ട് കഴിയുന്നത് ഫൈൻ പോയട്രിയാണ്. ഒരുപാട് ഇമേജസ്, മെറ്റഫേഴ്സ്, സിമിലീസ്, അതുപോലുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിൻ്റെയൊക്കെ ഒരു ഡിസ്പ്ലേ നമുക്കിതിൽ കാണാം. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇപ്പോൾ അറിയാമല്ലോ. ക്യാപ്പുലറ്റ്സ് ഹോസ്റ്റ് ചെയ്യുന്ന ഗാർഡൻ പാർട്ടിയിൽ
മുഖംമൂടി ധരിച്ച് ഇവർ അതിക്രമിച്ചു കയറിയിരിക്കുകയാണ് ദ മൊണ്ടാഗ്യൂസ്.